ഇന്ന് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പ്രധാനമായും ഹിന്ദുത്വ പക്ഷത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ജോർജ് സോറോസ്. എന്നാൽ സോറോസ് ആണോ ഈ ഡീപ് സ്റ്റേറ്റ്? അതേപോലെ തന്നെ ഇസ്ലാമിക പക്ഷത്തു നിന്നും പലപ്പോഴും കേട്ടുവരുന്നതാണ് ഡീപ് സ്റ്റേറ്റ് മുഴുവൻ ജൂതന്മാരാണ് എന്നത്. സത്യമാണോ? ഈ എപ്പിസോഡിനൊടുവിൽ ഈ രണ്ട് സംശയങ്ങൾക്കും വ്യക്തത വരുന്നതായിരിക്കും. ഡീപ് സ്റ്റേറ്റ് ഏറെക്കുറെ പൂർണ്ണമായും ജൂതരാണ് നിയന്ത്രിക്കുന്നത് എന്നത് അവാസ്തവമായി കാണേണ്ട കാര്യമില്ല. എന്നാൽ അവരെങ്ങനെ ജൂതരായി എന്നത് കഴിഞ്ഞ എപ്പിസോഡ് മുഴുവനായി കണ്ടവർക്ക് മനസ്സിലായി കാണണം. യുദ്ധം ജയിച്ച സാർ ചക്രവർത്തി ആദ്യം ചെയ്തത് ഇവരോട് ഇവരുടെ മതം ഉപേക്ഷിക്കാൻ കൽപ്പിക്കുകയായിരുന്നു. അക്കാലത്തെ ഏറ്റവും പ്രാകൃത ഗോത്രങ്ങളെപ്പോലും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള കടുത്ത ദുരാചാരങ്ങൾ ഉൾപ്പെട്ട ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടർന്നു വന്നിരുന്ന ഇവരോട് ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂതമതങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കാനാണ് കൽപ്പിച്ചത്. വേറെ വഴിയില്ലാതെ ഇവർ ജൂതമതം തിരഞ്ഞെടുത്തു. കേട്ടില്ലേ? ഇങ്ങനെ ജൂതന്മാരായവരാണ് അവർ, അല്ലാതെ പുരാതന ജെറുസലേമിലെ ജൂതരല്ല. അതിനാൽ തന്നെ ഇസ്ലാം ഉണ്ടായ കാലത്ത് ശത്രുവായി കണ്ടുവന്ന ജൂതരല്ല ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ജൂത ഡീപ് സ്റ്റേറ്റ്. എന്തായാലും അന്ന് അഷ്കനാസി ജൂതരുടെ ആചാര പദ്ധതികൾ പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചവരുടെ ഓരോ തലമുറകളും തങ്ങളുടെ ഭരണം തകർത്ത റഷ്യ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്കെതിരെ ഉള്ളിൽ കടുത്ത പക സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, രാജ്യങ്ങളെക്കാൾ അവിടങ്ങളിലെ രാജവംശങ്ങളോടായിരുന്നു പക. അവരായിരുന്നല്ലോ ഇവരുടെ പൈശാചിക ആരാധനാക്രമങ്ങളെ തകർത്തതും ഗോത്രം തന്നെ ഛിന്ന ഭിന്നമാക്കിയതും. ആ പക ലോകത്തെ ദൈവനാമത്തിൽ രാജ്യം ഭരിക്കുന്ന സകല രാജവംശങ്ങൾക്ക് നേരെയും നീണ്ടു. പിശാചിനെ ആരാധിക്കുന്നവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യം ഭരിക്കുന്നവരോട് വിരോധം തോന്നുന്നത് സ്വാഭാവികമാണല്ലോ. അവരിൽ നിന്ന് ആക്രമണങ്ങൾക്കിരയായതിനു ശേഷം ആ പകയൽപ്പം കൂടും. എന്നാൽ ഇന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ എതിർക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നന്നായി അറിയാം, ഇല്ലേ? അതിലേക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് ഈ ഗോത്രവിഭാഗം എങ്ങനെ ഒരു ഗൂഢരാഷ്ട്രം അഥവാ ഡീപ് സ്റ്റേറ്റ് ആയി തീർന്നു എന്ന് നോക്കാം. അവരൊരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അക്കാലത്ത് സ്വർണമായിരുന്നല്ലോ കറൻസി. വ്യാപാരികൾക്ക് അവരുടെ യാത്ര ആരംഭിക്കുന്ന സ്ഥലത്തുള്ള റോത്ഷീൽഡിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് കയ്യിലുള്ള സ്വർണമെല്ലാം അവിടെ ഏൽപ്പിച്ചൊരു റെസീറ്റ് വാങ്ങാമായിരുന്നു. ആ റെസീറ്റും കൊണ്ട് അവർക്ക് യാത്ര പോവാം. ഈ സ്കീം നടപ്പിലാക്കിയത് വഴി അവരുടെ കയ്യിൽ വൻതോതിൽ സ്വർണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. കാരണം ഈ റെസീറ്റ് വാങ്ങിപ്പോയവർ ആരും ഈ സ്വർണം തിരിച്ചെടുക്കാൻ വരാതായി. ഇങ്ങനെ വൻ സ്വർണ്ണ നിക്ഷേപം നേടിയ റോത്ഷീൽഡ് ബ്രിട്ടനിൽ രാജകുടുംബത്തിൽ വരെ അനിഷേധ്യമായ സ്വാധീനം നേടി. അവരുടെ ബൃഹത്തായ ബാങ്കിംഗ് നെറ്റ്വർക്ക് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥ അക്ഷരാർത്ഥത്തിൽ കൈപ്പിടിയിലൊതുക്കി. എന്നാൽ രാജകുടുംബത്തിലും ഭരണത്തിലുമുള്ള കേവല സ്വാധീനം കൊണ്ട് തൃപ്തരാവാൻ അവർ ഒരുക്കമല്ലായിരുന്നു. അവർ ലക്ഷ്യം വെച്ചത് രാജാവിന് മുകളിലുള്ള അധികാരമായിരുന്നു. രാഷ്ട്രം ഭരിക്കുന്ന രാജാവിനെയും ഭരിക്കുന്ന ഗൂഢരാഷ്ട്രം അഥവാ ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം അവിടെ ജനിക്കുകയായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ അവർ ഒലിവർ ക്രോംവെൽ എന്ന ഒരു ബ്രിട്ടീഷ് ലഫ്റ്റനന്റ് ജനറലിനെ വിലക്കെടുത്തു. ക്രോംവെൽ വഴി അവർ പരീക്ഷിച്ചു വിജയിച്ച ആ തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് സൂത്രവാക്യം വീണ്ടും പ്രയോഗിച്ചു. ഇത്തവണ തീസിസ് എന്ന നിലനിൽക്കുന്ന വ്യവസ്ഥ ബ്രിട്ടീഷ് രാജഭരണമായിരുന്നു. അതിനെതിരെ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിൽ പാർലമെന്ററി വിമതപക്ഷം എന്ന ഒരു ആന്റി തീസിസ് ഉയർത്തിക്കൊണ്ടുവന്നു. തീസിസിലേക്ക് വിപരീത വ്യവസ്ഥയായ ആന്റി തീസിസ് കൊണ്ടുവന്നാൽ സംഘർഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഉണ്ടായി. 1642 മുതൽ 1651 വരെ നീണ്ടുനിന്ന ഇംഗ്ലീഷ് സിവിൽ വാർ. ആ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് ഒന്നാമൻ വധിക്കപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷ് കോമൺവെൽത്ത് സ്ഥാപിതമായി. അതിനുശേഷമാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ അധികാരം ഇന്ന് കാണുന്നത് പോലെ കേവലം ആലങ്കാരികമായി ഒതുങ്ങിയതും ഭരണനിർവഹണം പൂർണ്ണമായും പാർലമെൻറ്റ് ഏറ്റെടുത്തതും. ഫലമെന്താണെന്ന് നോക്കൂ. കാര്യമായ അധികാരങ്ങളില്ലാത്തൊരു രാജകുടുംബം, അധികാരം യഥാർത്ഥത്തിൽ കൈയാളുന്ന പാർലമെൻറ്റ്, ആ പാർലമെൻറ്റിനെ ഫണ്ടിംഗ് വഴി നിയന്ത്രിക്കുന്ന റോത്ഷീൽഡിൻ്റെ ബാങ്കിംഗ് നെറ്റ്വർക്ക്, അതുവഴി തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് സർവ്വം നിയന്ത്രിക്കുന്ന റോത്ഷീൽഡ്. ചുരുക്കത്തിൽ ഡീപ് സ്റ്റേറ്റ് സ്ഥാപിതമായി. ഇതാണ് ആ ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന തീസിസ് ആന്റിതീസിസ് കോൺഫ്ലിക്റ്റ് വഴി ഉണ്ടായ സിന്തസിസ്. പിന്നീട് ഒരിക്കൽ 19-ാം നൂറ്റാണ്ടിൽ നഥാൻ മേയർ റോത്ഷീൽഡ് ഓപ്പണായി തന്നെ തങ്ങളാണ് സൂപ്പർ പവർ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക. I care not what puppet is placed upon the throne of England to rule the empire on which the sun never sets. The man who controls British money supply controls the British Empire, and I control the British money supply. എന്തായാലും ഈ ഇംഗ്ലീഷ് സിവിൽ വാറിന് ശേഷമാണ് ബ്രിട്ടന്റെ കോളനിവൽക്കരണം അതിൻ്റെ പീക്കിലെത്തുന്നതും ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി മാറുന്നതും.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെല്ലാം വരുന്നത് അതിന് ശേഷമാണ്. അതിനുശേഷം ശ്രദ്ധേയമായ മറ്റൊരു സംഭവവികാസം ഉണ്ടായി. 1776 മെയ് 1 റോത്ത്ഷീൽഡിൻ്റെ വിശ്വസ്തനായ ആഡം വീഷിപ്റ്റ് എന്ന ഒരു മുൻ ജെസ്യൂട്ട് പഴയ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിൽ ഇല്യൂമിനാറ്റി എന്ന സീക്രട്ട് സൊസൈറ്റി സ്ഥാപിച്ചു. ഈ ഡേറ്റ് ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ, മെയ് 1. യുക്തിവാദം പ്രചരിപ്പിക്കുക, ക്രിസ്തുമതത്തിന് ബദലായി മാറുക, ഒരു സെക്യുലർ ആഗോള കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കുക എന്നെല്ലാമായിരുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആധുനിക രാഷ്ട്രീയ മണ്ഡലത്തിൽ സെക്യുലറിസം എന്ന ആശയം മുളപൊട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇതിനും ശേഷം 19-ാം നൂറ്റാണ്ടിൽ ജോർജ് ജേക്കബ് ഹോളിയാണ് ഈ സെക്യുലറിസം എന്ന പദം കോയിൻ ചെയ്തത് എന്നൊക്കെയാണ് ഔദ്യോഗിക ഭാഷ്യം. എന്നാൽ അതിലും ഒരു നൂറ്റാണ്ട് മുന്നേ തന്നെ ഇല്യൂമിനാറ്റി സെക്യുലറിസം പറഞ്ഞു വെച്ചിരുന്നു. ഈ ലക്ഷ്യം നേടാനായി ആഡം വീഷിപ്റ്റ് ഒരു 6 പോയിന്റ് അജണ്ട മുന്നോട്ട് വെച്ചു. പിന്നീട് അങ്ങോട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ ലക്ഷ്യങ്ങൾക്കുള്ള ദിശാസൂചികയായിരുന്നു ആ 6 കാര്യങ്ങൾ. എന്താണ് ആ 6 പോയിന്റ് അജണ്ട? 1. അബോളിഷൻ ഓഫ് ഓൾ ഓർഡേർഡ് ഗവൺമെൻറ്റ്സ്. ഓർഡേർഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഓർഡറിൽ അഥവാ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരിക്കുന്ന ഭരണകൂടങ്ങൾ, അവയെ ഇല്ലാതാക്കുക. 2. അബോളിഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്. പാരമ്പര്യ സ്വത്തവകാശം നിരോധിക്കുക. 3. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സ്വകാര്യ സ്വത്തുക്കൾ ഉന്മൂലനം ചെയ്യുക. 4. അബോളിഷൻ ഓഫ് പാട്രിയോട്ടിസം. ദേശീയത ഉന്മൂലനം ചെയ്യുക. 5. അബോളിഷൻ ഓഫ് ഫാമിലി. കുടുംബങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹിക വ്യവസ്ഥ ഇല്ലാതാക്കുക. 6. അബോളിഷൻ ഓഫ് റിലിജിയൻ. മതവിശ്വാസങ്ങളുടെ നിരോധനം. ഈ 6 ലക്ഷ്യങ്ങൾ നേടുന്നത് വഴി അതിരുകളും ദേശീയതകളും ഇല്ലാത്ത ഒരു ഏകലോക ക്രമവും ഒരു ഏക ഭരണകൂടവും സ്ഥാപിക്കുക എന്നതായിരുന്നു ആത്യന്തിക ലക്ഷ്യം. കേട്ടുപരിചയമുള്ള പോലെ തോന്നുന്നുണ്ടോ? ഇതുതന്നെയല്ലേ കമ്മ്യൂണിസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യങ്ങൾ? എന്തായാലും ഇല്യൂമിനാറ്റി ആരംഭിച്ച ആഡം വീഷിപ്റ്റ് വെറുതെ ഇരുന്നില്ല. രാജഭരണങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന ബവേറിയയിൽ പരീക്ഷിച്ചു വിജയിച്ച ആ തീസിസ് ആൻറ്റിതീസിസ് കളിച്ചുകൊണ്ട് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പരാജയപ്പെട്ട വീഷിപ്റ്റ് പിടിക്കപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. 1785 ഇല്യൂമിനാറ്റി ബവേറിയയിൽ നിരോധിക്കപ്പെട്ടു. അതിനുശേഷം ഇല്യൂമിനാറ്റി എന്ന സീക്രട്ട് സൊസൈറ്റിയെക്കുറിച്ചുള്ള അധികം റെക്കോർഡഡ് ഇൻഫർമേഷൻ ലഭ്യമല്ല. എന്നാൽ ചരിത്ര സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അതിനുശേഷവും പലപ്പോഴും ഇല്യൂമിനാറ്റിയുടെയും അത്തരം അനേകം സീക്രട്ട് സൊസൈറ്റീസിൻ്റെയും സാന്നിധ്യം പ്രകടമായിരിക്കും. ഇന്ന് ഈ ഇല്യൂമിനാറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ആ 6 പോയിന്റ് അജണ്ട സാക്ഷാത്കരിക്കാൻ അനേകം സംഘങ്ങൾ രഹസ്യമായും പരസ്യമായും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ആർക്കും തള്ളിക്കളയാനാവാത്ത വസ്തുതയാണ്. എന്തായാലും നാട് കടത്തപ്പെട്ട വീഷിപ്റ്റ് ബവേറിയയിൽ നിന്ന് നേരെ പോയത് ഫ്രാൻസിലേക്കാണ്. അവിടെ വീണ്ടും ഇല്യൂമിനാറ്റി സ്ഥാപിച്ചു. അതിനു പുറകെ ഫ്രാൻസിൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുക്കുകയും ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ട് വിപ്ലവം അടിച്ചമർത്തിയെങ്കിലും ബ്രിട്ടീഷ് സൈന്യം ഇടപെട്ടുകൊണ്ട് നെപ്പോളിയനെ തോൽപ്പിക്കുകയും കാര്യങ്ങൾ റോത്ത്ഷീൽഡിന് അനുകൂലമാക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിൻ്റെ ഇരുഭാഗത്തും ഫണ്ടിങ് ചെയ്ത് ആ യുദ്ധത്തെ യുദ്ധം ചെയ്യുന്ന ഇരുപക്ഷങ്ങളെക്കാൾ തങ്ങൾക്ക് അനുകൂലമായ ഒരു റിസൾട്ടിൽ കൊണ്ടെത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ സ്ട്രാറ്റജി ഒരുപക്ഷെ ആദ്യമായി ദൃശ്യമായത് ഈ ഫ്രഞ്ച് വിപ്ലവത്തിലായിരിക്കും. പോൾ റോത്ത്ഷീൽഡ് ഫ്രാൻസിനും ബ്രിട്ടനും ഉദാരമായി വായ്പ നൽകി. അവസാനം ബ്രിട്ടനിൽ സംഭവിച്ചതിനേക്കാൾ ഒരു പടി കടന്ന പരിവർത്തനമാണ് ഫ്രാൻസിൽ സംഭവിച്ചത്. ബ്രിട്ടനിൽ ആലങ്കാരിക രാജഭരണം തുടർന്നപ്പോൾ ഫ്രാൻസിൽ രാജഭരണം പൂർണ്ണമായും നിർത്തലാക്കി. തുടർന്നു വന്ന ഭരണകൂടവും റോത്ത്ഷീൽഡിൻ്റെ ബാങ്കിംഗ് നെറ്റ്വർക്കിൻ്റെ നിയന്ത്രണത്തിലായി. അതിനേക്കാൾ ഉപരി കൊള്ളയും കൊലയും നടത്തിയിരുന്ന തങ്ങളുടെ പൂർവിക ഗോത്രത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ആ പഴയ കസാരിയ എന്ന പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യിച്ച റഷ്യയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായ ഫ്രാൻസിനെയാണ് ഇങ്ങനെ അവർ വരുതിയിൽ കൊണ്ടുവന്നത്. കസാരിയൻ മാഫിയ നൂറ്റാണ്ടുകൾ മനസ്സിൽ സൂക്ഷിച്ച പക അതുകൊണ്ട് തീരുന്നുണ്ടായിരുന്നില്ല. ജർമ്മനിയും റഷ്യയും ലോകത്തെ ദൈവനാമത്തിൽ ഭരണം നടത്തുന്ന സർവരും ഇനിയും ബാക്കിയായിരുന്നു. ഇങ്ങനെയുള്ള ഈ റോത്ത്ഷീൽഡാണ് ഇന്ന് പലരും ഡീപ് സ്റ്റേറ്റ് എന്ന് കരുതുന്ന ജോർജ് സോറോസിൻ്റെ ഗോഡ് ഫാദറും പ്രധാന ഫണ്ടറും എന്നുകൂടി ഈ സമയം മനസ്സിലാക്കേണ്ടതുണ്ട്. സോറോസ് ഭാരതത്തിലെ ദേശീയതയ്ക്കെതിരെ $1 ബില്യൺ പ്രഖ്യാപിച്ചതിന് പിന്നിലെ അജണ്ടയുടെ യഥാർത്ഥ ഉറവിടം ഇപ്പോൾ വ്യക്തമായി കാണണം. സോറോസ് കേവലം ഒരു ഏജന്റ് മാത്രമാണ്. ഇത്തരം അനേകം ഏജന്റുകൾ ഫീൽഡിലുണ്ട്. നൂറ്റാണ്ടുകളുടെ പക തീർക്കാനും ലോകം കാൽക്കീഴിൽ കൊണ്ടുവരാനുമായി ഇത്തരം അനവധി ഏജന്റുകളെ വെച്ച് ലോകത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളെ നിർണായകമാംവിധം സ്വാധീനിക്കുകയും അതുവഴി ലോക മാനവികതയുടെ ഭാഗധേയം തന്നെ മാറ്റിമറിച്ച ഡീപ് സ്റ്റേറ്റ് ഇടപെടലുകളുടെ ചരിത്രം വരും ലക്കങ്ങളിൽ. നമസ്കാരം.